ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫ്ലിക്കറിംഗ് ഫ്ലെയിംസ്. ഇടുക്കി ജില്ലയുടെ ഹൃദയത്തിൽ കാടിൻ്റെ നടുവിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു മനോഹര പ്രദേശമാണ് മാങ്കുളം. പ്രകൃതിയുടെ അമൂല്യ സമ്മാനങ്ങൾ നിറഞ്ഞ ഈ പ്രദേശം ഓഫ് റോഡിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരിക്കലെങ്കിലും എത്തിച്ചേരേണ്ട ഒരു സ്ഥലമാണ്. മാങ്കുളത്ത് വന്ന് ഈ ഓഫ് റോഡ് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മാങ്കുളത്ത് നിന്നും ജീപ്പ് സഫാരി ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. മാങ്കുളത്തിലെ ജീപ്പ് സഫാരിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടുത്തെ എല്ലാ ടൂറിസ്റ്റ് പ്ലേസസും ഈ ഒരു ജീപ്പ് സഫാരിയിലൂടെ കവർ ചെയ്യാൻ സാധിക്കും. വഴിയിൽ ചെറുതായി കണ്ട ഒരു കാഴ്ച ഇത്രയും അതിമനോഹരമാകുമെന്ന് പ്രതീക്ഷിച്ചില്ല. മുൻപ് മാങ്കുളത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്തപ്പോഴാണ് ഒരുപാട് പേരുടെ ചോദ്യം വന്നത്, ഓഫ് റോഡ് ട്രെയിലിൻ്റെ വീഡിയോ ഇല്ലേ? ആ ഓഫ് റോഡ് ട്രെയിലിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. മാങ്കുളത്ത് വന്ന് ഈ ഓഫ് റോഡ് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മാങ്കുളത്ത് നിന്നും ജീപ്പ് സഫാരി ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. 100-ൽ പരം മഹീന്ദ്ര കമാൻഡറുകളും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവർമാരും ഇവിടെയുണ്ട്. മാങ്കുളത്തിലെ ജീപ്പ് സഫാരിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടുത്തെ എല്ലാ ടൂറിസ്റ്റ് പ്ലേസസും ഈ ഒരു ജീപ്പ് സഫാരിയിലൂടെ കവർ ചെയ്യാൻ സാധിക്കും. മാങ്കുളത്ത് നിന്നോ അല്ലെങ്കിൽ ആനക്കുളത്ത് നിന്നോ നമുക്ക് യാത്ര തുടങ്ങാം. ഈ യാത്ര 33 വെള്ളച്ചാട്ടവും പെരുമ്പൻകുത്ത് വെള്ളച്ചാട്ടവും റിവർ ക്രോസിങ്ങുകളും ആട്ടുപാലവും എല്ലാം ഉൾപ്പെടുന്നതാണ്. കാടിലൂടെയുള്ള ഈ യാത്രയിൽ ആനകളും കാട്ടുപോത്തുകളും പോലുള്ള കാട്ടുമൃഗങ്ങളെയും കാണാൻ സാധിക്കും. മാങ്കുളം വിട്ടിറങ്ങി കുവൈറ്റ് സിറ്റി പിന്നിടുമ്പോൾ ആനക്കുളം ഭാഗത്തേക്കുള്ള പ്രധാന റോഡിന് പകരം വലത്തേക്ക് തിരിഞ്ഞ് 96 എന്ന സ്ഥലത്തിലൂടെയാണ് നാം ട്രെയിനിലേക്ക് കടക്കുന്നത്. ആദ്യഘട്ടത്തിൽ കോൺക്രീറ്റ് റോഡും ചെറിയ കയറ്റങ്ങളും കാണാം. പക്ഷെ കുറച്ചു ദൂരം കൂടി കടന്നാൽ വഴിയുടെ സ്ഥിതി മാറി തുടങ്ങും. കുത്തനെയുള്ള കയറ്റങ്ങൾ, കല്ലുകളും മണ്ണും നിറഞ്ഞ റോഡ്, ഇരുവശത്തും വേനൽക്കാലത്തിൽ വരണ്ടുപോയ മരങ്ങളും പുല്ലുകളും, അവയെല്ലാം ചേർന്ന് കാഴ്ചയ്ക്കും അനുഭവത്തിനും ഒരു അവിസ്മരണീയത നൽകുന്നു. ഈ ട്രെയിലിൻ്റെ ഏറ്റവും മനോഹരമായ ഭാഗമാണ് ആദിവാസി ഊരിലൂടെയുള്ള യാത്ര. കേരളത്തിൽ അനുമതിയില്ലാതെ കാടിനകത്തുള്ള ആദിവാസി വാസസ്ഥലങ്ങളിൽ പ്രവേശിക്കാനാകുന്നത് അത്ര സാധാരണമല്ല. നാം കടക്കുമ്പോൾ ആദിവാസികൾ വിശ്വസിക്കുന്ന ഒരു കല്ലിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ദേവതാമൂർത്തിയെ കാണാം. ആളുകൾ വെളിച്ചം തെളിച്ച് പ്രാർത്ഥിക്കുന്നു. ആ കാഴ്ചയിൽ ഒരു ഭക്തിഭാവവും ഭയഭക്തിയും നിറഞ്ഞു നിൽക്കുന്നു. അവരുടെ വീടുകൾ, കൃഷിസ്ഥലങ്ങൾ, അവിടുത്തെ ജീവിതശൈലി, ഇവയൊക്കെ കാണുമ്പോൾ നമുക്ക് പുതിയൊരു അനുഭവം ലഭിക്കുന്നു. പ്രകൃതിയുമായി ഒത്തൊരുമിച്ച് ജീവിക്കുന്ന ഒരു സത്യമായ ജീവിതം എങ്ങനെയെന്ന്. വഴിയിൽ ചെറുതായി കണ്ട ഒരു കാഴ്ച ഇത്രയും അതിമനോഹരമാകുമെന്ന് പ്രതീക്ഷിച്ചില്ല. 2-3 കുട്ടികൾ ചെറിയ കണ്ണിമാങ്ങകൾ കവറിലിട്ട് വിൽക്കുന്നു. അവരുടെ കയ്യിൽ നിന്നൊരു കവർ മേടിച്ച് നമ്മൾ വീണ്ടും യാത്ര തുടർന്നു. ഈ പോകുന്ന വഴിയിൽ തന്നെ 1-2 റിവർ ക്രോസിംഗ് ഉണ്ട്. മഴക്കാലത്ത് ഇവയുടെ ഒഴുക്ക് കൂടുതലാകുന്നു. അതിനാൽ മഴക്കാലത്തുള്ള ജീപ്പ് സഫാരി വേറിട്ടൊരു അനുഭവമായിരിക്കും. മൺവാസന, തണുപ്പ്, മരങ്ങളുടെ ഇടവേളകളിലൂടെയുള്ള വഴികൾ എല്ലാം ഈ ട്രെയിലിന് ജീവൻ നൽകുന്നവയാണ്.
പോട്ടെ പോട്ടെ, പാസ് ചെയ്ത് പോട്ടെ. ഓഫ് റോഡ് യാത്ര അവസാനിച്ച് കാടിനോട് വിട പറയാറായപ്പോൾ ഊരിലെ അമ്മമാർ വിറകുമായി പോകുന്ന കാഴ്ച കണ്ടു. പഴയ ഗ്രാമീണ കാഴ്ചകളെ അനുസ്മരിപ്പിക്കുന്ന ഒന്നായിരുന്നു അത്. കാട് കാണാൻ മാത്രമാവണം കാട്ടിലേക്കുള്ള യാത്ര. കാടിനെ മലിനമാക്കുന്നതും പ്രകൃതിയെ നശിപ്പിക്കുന്നതുമായ പ്രവൃത്തികൾ ചെയ്യാതിരിക്കുക. അല്ലാത്തവരൊക്കെ നാട് കണ്ട് സമാധാനിക്കുന്നതാവും നല്ലത്. ഓഫ് റോഡ് യാത്രയുടെ ക്ഷീണം അകറ്റാൻ ആനക്കുളം പിന്നിട്ട് വലിയ പാറക്കുട്ടി എന്ന സ്ഥലത്ത് പോയി ഒരു റിവർ ക്രോസിംഗ് ആസ്വദിക്കുകയും ആറ്റിൽ ചാടി കുളിക്കുകയും ചെയ്തു. ഇങ്ങനെ പ്രകൃതിയുടെ ഇടയിലൂടെയും മനസ്സിൽ ആഴം കൊള്ളുന്ന അനുഭവങ്ങളിലൂടെയും ഞങ്ങൾ ഈ യാത്ര പൂർത്തിയാക്കി. മാങ്കളത്തിലെ ഈ ഓഫ് റോഡ് ട്രെയിൽ അത്ര സുഗമമായ വഴിയല്ലെങ്കിലും ഒരിക്കൽ കൂടി മടങ്ങി വരണമെന്ന തോന്നൽ നൽകുന്ന അനുഭവമാണ്. ഇതുവരെ കാണാതിരുന്നതും അനുഭവിക്കാതിരുന്നതുമായ യാത്രകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.